ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോമോസ് ഇത് മിക്കവാറും എല്ലാവർക്കും അറിയാമായിരിക്കും എന്താണെന്നുള്ളത്. നമ്മുടെ റെസ്റ്റോറൻറ്റുകളിലും മോളുകളിലും ഒക്കെ ഇത് കിട്ടുന്നുണ്ട്. കുട്ടികൾക്കും കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഒക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ മോമോസ്. ഇതിൻ്റെ കൂടെ കിട്ടുന്ന നല്ലൊരു റെഡ് ചട്നി ഉണ്ട്, അതും കൂടിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടെ ഒരു ലൈക്കും കൂടി. ടൊമാറ്റോയുടെ മോൾ ഭാഗം ഇതുപോലൊന്ന് വരഞ്ഞു കൊടുക്കാം. ഞാനിവിടെ 8 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്, 5-6 വെളുത്തുള്ളി അല്ലിയും കൂടി എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടിയിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇത് വെന്ത് കഴിയുമ്പോൾ ടൊമാറ്റോയുടെ സ്കിന്നൊക്കെ ഇളകി വരും. ആ സമയത്ത് നമുക്ക് മോമോയ്ക്ക് വേണ്ട മാവ് കുഴച്ചെടുക്കാം. 1 കപ്പ് മൈദയിൽ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യാനുസരണം വെള്ളമൊഴിച്ച് മാവ് കുഴച്ചെടുക്കാം. ഈ കുഴയ്ക്കുന്ന സമയത്ത് എണ്ണയൊന്നും ചേർക്കണ്ട, വെറുതെ പ്ലെയിൻ ആയിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത്. സോഫ്റ്റുമായിരിക്കണം, എന്നാൽ ഇത് ടൈറ്റുമായിരിക്കണം. അത്രയും സമയം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. 2-3 മിനിറ്റ് ഇങ്ങനെ കുഴച്ചെടുത്ത് നല്ല സോഫ്റ്റാക്കി എടുക്കണം. ഇതൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ടൊമാറ്റോയും മുളകുമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലൊരു സാധനം കൂടി ചേർക്കണം, കോൺഫ്ലോർ. ഇതൊരല്പം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തിട്ട് ഈ ടൊമാറ്റോയിൽ ഒഴിക്കാം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ ഇത് നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടിരിക്കും ഈ ചട്നി, അതുപോലെ നല്ല കുറുകിയിരിക്കുകയും ചെയ്യും. ടെൻഷൻ വേണ്ട, കോൺഫ്ലോർ ഇല്ലെങ്കിൽ അരിപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് 1 മിനിറ്റ് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്താൽ അത് നല്ല കുറുകി വരും. ഇതൊന്ന് തണുത്തതിന് ശേഷം ഇതിൻ്റെ മുഴുവൻ സ്കിന്നും ഇളക്കി മാറ്റാം. നമ്മളിത് ചിക്കൻ മോമോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ബോൺലെസ് ചിക്കനാണ് എടുത്തത്, 200 ഗ്രാം ഉണ്ട്. ഇതൊന്ന് മിൻസ് ചെയ്തെടുക്കാം. ചിക്കൻ നല്ലതുപോലെ അരയണ്ട, പൾസ് ചെയ്തെടുത്താൽ മതി. 3-4 പ്രാവശ്യം പൾസ് ചെയ്താൽ ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഈ ചിക്കനിൽ ചേർക്കാനായിട്ട് ഒരു ചെറിയ സവാള എടുത്തിട്ടുണ്ട്, 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1 പച്ചമുളക്. ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ചോപ്പറിലിട്ട് പൊടിച്ചെടുത്താലും മതി. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സോയ സോസ്, 1 ടീസ്പൂൺ ഓയിൽ, 1 ടീസ്പൂൺ വെള്ളം, സാധാരണ പച്ചവെള്ളം, അല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്കൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെള്ളം ചേർത്തത് ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ സോഫ്റ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം. ഇത് ചേർക്കുന്നത് ചിക്കനിൽ ഒട്ടും തന്നെ ഫാറ്റ് കണ്ടൻറ്റ് ഇല്ലല്ലോ, അപ്പോൾ കുറച്ച് ഫാറ്റ് ചേർത്താൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ടിരിക്കും. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു, മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. വീണ്ടും 1-2 മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇടാം. ഒന്നൊന്നായിട്ട് ചെയ്യുന്നതിനേക്കാളും മൊത്തത്തിൽ ഉരുളകളാക്കി പിന്നെ അത് ഒന്നുകൂടി ഒന്ന് ഉരുട്ടി റെഡിയാക്കി അല്പം ഓയിൽ ഒഴിക്കാം. അതിൻ്റെ കൂടെ ഒരല്പം മൈദ കൂടി സ്പ്രിങ്കിൾ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയില്ല. ഇനി നമുക്ക് എക്സ്ട്രാ മാവോ ഓയിലോ ഒന്നും വേണ്ട പരത്താനായിട്ട്. നല്ല സ്മൂത്തായിട്ട് പരത്തിയെടുക്കാൻ സാധിക്കും. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ടാക്കി എടുക്കാം, കട്ട് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. ഇനി ഇത് സ്റ്റീം ചെയ്യാനുള്ള പാത്രം വേണമല്ലോ, അപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിലൊരല്പം ഓയിൽ തടവി വയ്ക്കാം. ഇനി ഇതിൽ നിന്നൊരു ഷീറ്റ് എടുത്തിട്ട് നമുക്ക് ഈ ചിക്കൻ റെഡിയാക്കി വെച്ചത് നടുക്ക് വയ്ക്കാം. ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും കലാപരമായ കഴിവനുസരിച്ച് ചെയ്യാവുന്നതാണ്. എന്നാലും ഏറ്റവും കോമൺ ആയിട്ടും ഈസി ആയിട്ടും ഉള്ള ഒരു ഡിസൈന് ഇങ്ങനെ ചെയ്യുന്നതാണ്. ശരിക്കും ഇത് ഒരു വിദേശി ഭക്ഷണമാണ്. നേപ്പാളികളാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത്. മോമോസിൻ്റെ 2-3 റെസിപ്പികൾ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ചിക്കൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കാം. ക്യാബേജും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് വെജിറ്റബിൾ മോമോസ് ഉണ്ടാക്കാം. പക്ഷേ മോമോസ് എപ്പോഴും ചിക്കൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ ഇങ്ങനെ ചെയ്യാനായിട്ട്. ഇതുപോലെ എല്ലാം ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ സ്റ്റീമറിൽ വച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഒരല്പം എണ്ണ തടവിയാൽ
ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. അല്ലെങ്കിൽ സ്റ്റീമൊക്കെ ചെയ്തു വരുമ്പോൾ കുറച്ചൊന്ന് ഡ്രൈ ആയിരിക്കും. മൈദയാണല്ലോ, ഒട്ടും തന്നെ ഓയിലും ഇല്ല. പാത്രത്തിലെ വെള്ളം നല്ലതുപോലെ ബോയിലായതിന് ശേഷം നമുക്ക് മോമോസ് വെച്ചിട്ട് 15 മിനിറ്റ് വേവിക്കാം. ടൊമാറ്റോയൊക്കെ നല്ലതുപോലെ ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. സാധാരണ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കളർ ചേർത്താണ് ഈ റെഡ് കളർ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല കളർ കിട്ടും ഇങ്ങനെ തന്നെ ചെയ്താൽ. ഇതിൽ 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഒഴിക്കാം. ഇത് ആപ്പിൾ സൈഡർ വിനീഗറാണ്. നമ്മുടെ റെഡ് ചട്നി നോക്കിക്കേ എന്ത് നല്ല കളറാണെന്ന്. അതുപോലെ കോൺഫ്ലോർ ചേർത്തത് കൊണ്ട് നല്ല ടെക്സ്ചർ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടി പിസ്സ സീസണിംഗ് ആണ് 1 ടീസ്പൂണും ഒരല്പം സോയ സോസ് കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ 15 മിനിറ്റായി നമ്മുടെ മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായ മോമോസാണ്, അതുപോലെ റെഡ് ചട്നിയും. വീണ്ടും ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി ഒരല്പം ഓയിൽ കൂടി ചേർക്കാം. അത് വേണമെങ്കിൽ ചേർത്താൽ മതി. പെട്ടെന്ന് തന്നെ ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പോൾ ഇത് തണുക്കേണ്ട ഒന്നും ആവശ്യമില്ല. കുട്ടികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ എപ്പോൾ പാത്രം കാലിയായെന്ന് പറഞ്ഞാൽ മതി. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളതാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടും ഉണ്ടാക്കുമല്ലോ. സാധാരണ ചിക്കൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് 3-4 പീസ് ബോൺലെസ് എടുത്ത് വച്ചിട്ട് ചെയ്യാവുന്നതാണ്. ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. വീട്ടിൽ വളരെ ചിലവ് കുറച്ച് ഇതുണ്ടാക്കാൻ സാധിക്കും. പുറത്തെവിടെയെങ്കിലും യാത്ര പോകുമ്പോഴൊക്കെ ഇതുണ്ടാക്കി കൊണ്ടുപോകാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.